എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 20 നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 15 ശ്ലോകങ്ങൾ വരെ നമ്മൾ കണ്ടു. പൃഥു മഹാരാജാവ് തൻ്റെ യാഗം അവസാനിപ്പിച്ചപ്പോൾ മഹാവിഷ്ണു ആ യജ്ഞ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് പൃഥുവിനെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ട് പൃഥുവിന് ആ ഒരു നിർദ്ദേശവും ഉപദേശവും കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ ഇന്ദ്രനെ ആദ്യം തന്നെ പറഞ്ഞു, ഇന്ദ്രൻ എന്നോടൊപ്പം വന്നിരിക്കുന്നത് പൃഥു മഹാരാജാവിൻ്റെ യാഗം മുടക്കിയതിന് മാപ്പ് ചോദിക്കാനാണ്, ഇന്ദ്രനോട് മാപ്പ് കൊടുക്കാൻ അങ്ങ് അർഹനാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഒരു എന്തുകൊണ്ടാണ് ഈ മനസ്സിലൊരു പ്രതികാരം, താൻ ഉദ്ദേശിച്ച തൻ്റെ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ അത് മുടക്കിയ ആളോടൊരു പ്രതികാരമൊക്കെ തോന്നുന്നതിൻ്റെ കാരണം എല്ലാം ഞാൻ എന്ന അഹങ്കാരത്തിൽ, ഇത് ഞാനാണ്, ഈ ശരീരം ഞാനാണ്, ഇതാണ് ഞാൻ എന്ന തെറ്റായ മിഥ്യാധാരണ, അതായത് ആ പ്രകൃതിയുടെ മായയിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ് ഈ ഞാൻ ഇതാണ് എന്ന തോന്നലുണ്ടാകുന്നത്. ആ ഞാൻ എന്ന അഹത്തിൽ നിന്നുമാണ് എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട് എന്നിങ്ങനെ എൻ്റെ എന്നുള്ള മമത, ആ അറ്റാച്ച്മെൻറ്റ് വരുന്നതിൻ്റെ കാരണം ഈ ഞാൻ എന്ന വ്യക്തിബോധം കിടക്കുന്നത് കൊണ്ടാണ്. അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഈ മറ്റുള്ളവരോടുള്ള ശത്രുതയും ദേഷ്യവും ഒക്കെ തോന്നുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം അതാണ്. അപ്പോൾ പൃഥുവിനോട് അവസാനമായിട്ട് പറഞ്ഞ ഉപദേശം ഇതായിരുന്നു, അങ്ങ് ഇതൊക്കെ കളഞ്ഞിട്ട് അങ്ങ് മോക്ഷമാണ് ആഗ്രഹിക്കുന്നത്, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനല്ല, മുക്തിയെ ആഗ്രഹിക്കുന്ന രാജാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് ഇതൊക്കെ കളഞ്ഞ് അങ്ങയുടെ മുന്നേ ജനിച്ച ഇവിടുത്തെ ഭരണാധികാരികളായിട്ടുള്ള അങ്ങയുടെ പിതൃക്കൾ ചെയ്തു വെച്ച അവർ പിന്തുടർന്നു പോകുന്ന ആ ധാർമ്മിക തത്വങ്ങളെ പിന്തുടർന്നുകൊണ്ട് ബ്രാഹ്മണരുടെ അനുവാദത്തോടും അവരുടെ നിർദ്ദേശപ്രകാരം അങ്ങ് ഈ ഭൂമിയെ സംരക്ഷിക്കണം. അതാണ് അങ്ങയുടെ ഉത്തരവാദിത്വം. അപ്പോൾ ആ നിർദ്ദേശം അനുസരിച്ച് തന്നെ ചെയ്യാം. അങ്ങനെ അങ്ങ് ചെയ്തു വന്നാൽ അധികം താമസിയാതെ തന്നെ അങ്ങയ്ക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാൻ ഇവിടെ സിദ്ധന്മാർ അങ്ങയുടെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അതായത് ആത്മീയ ജ്ഞാനം കിട്ടുന്നതിനുള്ള ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ കുറേ ആത്മീയതയെ അന്വേഷിച്ച് നടക്കുകയല്ല. ഈ ഒരു ജന്മത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ കടമകളുണ്ടല്ലോ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അതൊരു സ്വധർമ്മമായി കൊണ്ട് ചെയ്തു പൂർത്തിയാക്കുന്നവനാണ് അടുത്ത ആ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കുന്ന. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ആത്മജ്ഞാനം പകർന്നു തരാനുള്ള ആ ഗുരു പരമ്പരകൾ, അവരുമായിട്ടുള്ള ഒരു കാഴ്ച, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് നമുക്ക് എത്താനോ അവർ നമ്മളെ തേടിയെത്താനോ ഉള്ള വഴി ഒരുങ്ങണമെങ്കിൽ എന്താണോ നമ്മുടെ സ്വധർമ്മം, നമ്മൾ ജനിച്ച സാഹചര്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും എന്താണോ ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്ന ബോധമില്ലാതെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട്, ഇതിനൊക്കെ ഒരു ശക്തി വേണ്ടേ, ആ പ്രകൃതിയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ കർമ്മത്തെ അനുഷ്ഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ സ്വധർമ്മ ആചരണം പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ആത്മീയ ജ്ഞാനം വർദ്ധിക്കാൻ വേണ്ടതായ ആ ഒരു അവസരത്തെ, അതിനു വേണ്ട ഗുരുവിൻ്റെ സാന്നിധ്യത്തെ പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തരും എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം 16ാമത്തെ ശ്ലോകത്തിൽ വരം ച മത് കഞ്ചന മാനവേന്ദ്ര വൃണീഷ്വ തേ അഹം ഗുണശീലയന്ത്രിതഃ
ന അഹം മകൈഹി വൈ സുലഭ തപോഭിഹി യോഗേന വാ യത് സമചിത്തവർത്തി. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ പറയാണ്, ഹേ മാനവേന്ദ്ര, അല്ലയോ രാജാവേ, പൃഥുവിനെ വിളിക്കുകയാണ്, അല്ലയോ രാജാവേ, വരം ച കഞ്ചന മത്ത്, അതായത് വരം, അതായത് എന്തെങ്കിലും ഒരു വരത്തെ, മത്ത് എന്നിൽ നിന്നും, കഞ്ചന എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം വരമായിട്ട് എന്നിൽ നിന്നും വൃണീഷ്വ അങ്ങ് സ്വീകരിച്ചാലും എന്ന്. തേ എന്ന് വെച്ചാൽ അങ്ങ്, അഹം എന്ന് വെച്ചാൽ എന്നിൽ നിന്നും, ഗുണശീലയന്ത്രിത എന്ന് ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ പൃഥുവിൻ്റെ ഗുണശീലം എന്ന് വെച്ചാൽ ആ ഒരു സ്വഭാവം, ഉന്നത യോഗ്യതകളോടുകൂടിയ സ്വഭാവവും മറ്റുള്ളവരോട് സഹായിക്കാനുള്ള ആ മനസ്ഥിതിയും കണ്ടിട്ട് യന്ത്രിത, ഞാൻ നിന്നിൽ ഒരുപാട് ആകൃഷ്ടനായിരിക്കുന്നു, എൻ്റെ മനം കവർന്നിരിക്കുന്നു എന്ന് ഭഗവാനാണ് ഈ പറയുന്നത് കേട്ടോ. ഭഗവാനിലേക്ക് പൃഥുവെ എന്നതിനേക്കാൾ കൂടുതൽ ഭഗവാൻ പൃഥു മഹാരാജാവിലേക്ക് ആകൃഷ്ടനായിരിക്കണമെന്ന്. അതാണ് നിൻ്റെ ശീലങ്ങൾ, നിൻ്റെ ഗുണങ്ങൾ, നിൻ്റെ സത്സ്വഭാവം അതെല്ലാം കണ്ടിട്ട് എൻ്റെ മനം കവർന്നിരിക്കുകയാണ് നീ, ഞാൻ നിന്നിലേക്ക് ആകൃഷ്ടനായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം, ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് എന്നോട് ചോദിച്ച് അത് സ്വീകരിച്ചാലും. എന്നിട്ട് പറയാണ്, എന്നെ ഇത്ര പെട്ടെന്നൊന്നും ആർക്കും ലഭിക്കില്ല എന്ന്. അതാണ് അഹം എന്നുവെച്ചാൽ ഞാൻ, എന്ന് വെച്ചാൽ ഇല്ല, മകൈഹി എന്ന് വെച്ചാൽ യാഗയജ്ഞങ്ങൾ, പൂജാതി കർമ്മങ്ങൾ ചെയ്താലോ, തപോഭിഹി തപസ് ചെയ്താലോ, യോഗേനഹ യോഗ സാധന ചെയ്താലോ, ന സുലഭ നിഷ്പ്രയാസം എന്നെ ആർക്കും കിട്ടില്ല എന്ന്. ഇതൊന്നും ചെയ്താലും, തപസ് ചെയ്താലും യോഗാഭ്യാസം ചെയ്താലും ഇനി യാഗയജ്ഞാദി പൂജാതി കർമ്മങ്ങൾ ചെയ്താലും എന്നെ ആർക്കും കിട്ടില്ല. എന്നെ കിട്ടണമെങ്കിൽ ഒരേ ഒരു ക്വാളിറ്റിയാ പറഞ്ഞോളൂ ഭഗവാൻ. ഇത് ആരാണോ സമചിത്തവർത്തി, മനസ്സിനെ സമചിത്താവസ്ഥയിൽ, സമാനാവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നത്. മനസ്സിൻ്റെ സമാനാവസ്ഥ അറിയാലോ, ഒരുപാട് ചിന്തകളൊന്നുമില്ലാതെ സദാ മനസ്സിനെ ഒരേ അവസ്ഥയിൽ നിലനിർത്തുക. സാഹചര്യങ്ങൾ പലതുണ്ടാവും, അതിലൊക്കെ മനസ്സിനെ ഒരേ അവസ്ഥയിൽ പിടിച്ചു നിർത്തുക, ഒരുപാട് ചിന്തകളില്ലാതെ. അങ്ങനെ മനസ്സിനെ സമചിത്ത അവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നത് ആരാണോ അവൻ്റെ ഉള്ളിൽ ഞാൻ സദാ ഉണ്ടായിരിക്കും. അവിടെ നിന്നും അതാണ് എൻ്റെ വാസസ്ഥാനമെന്നും. അപ്പോൾ എന്നെ ഒരുവന് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ കുറേ പൂജ ചെയ്തുകൊണ്ടോ, കുറേ യാഗയജ്ഞ കർമ്മങ്ങൾ ചെയ്താലോ, തപസ് ചെയ്താലോ, യോഗാഭ്യാസം ചെയ്താലോ ഒന്നും സാധിക്കില്ല. നിഷ്പ്രയാസം അവൻ എന്നെ സുലഭമായിട്ട് ലഭിക്കില്ല. എന്നെ അവൻ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഒരുവൻ്റെ മനസ്സ് സമചിത്താവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അതായത് സമാന അവസ്ഥയ്ക്ക്, ഒത്തിരി ചിന്തകളൊന്നുമില്ലാതെ സമാനമായ ഒരു നിലയിലേക്ക് മനസ്സ് എത്തിച്ചേരുമ്പോൾ അതാണ്, ആ മനസ്സാണ് എൻ്റെ വാസസ്ഥലം, അവനാണ് എന്നെ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ മഹാരാജാവെ, അങ്ങയുടെ സ്വഭാവം കണ്ട്, ആ സത്ശീലം കണ്ട്, ആ ഗുണശീലം കണ്ട് ഞാൻ അങ്ങയിലേക്ക് ആകൃഷ്ടനായിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം സ്വീകരിച്ചോളൂ. ഇത്രയ്ക്കും ഞാൻ ഒരു ഭക്തനെ സ്നേഹിക്കണമെങ്കിൽ അത് ഒരുവൻ ഒരുപാട് പൂജ ചെയ്തോ, യാഗം ചെയ്തോ, തപസ് ചെയ്തോ, യോഗാഭ്യാസം ചെയ്താലോ ഒന്നും എന്നെ അവനിങ്ങനെ ലഭിക്കില്ല. അങ്ങനെ ലഭിക്കണമെങ്കിൽ അവൻ്റെ മനസ്സ് ഏറ്റവും നല്ല സമാനാവസ്ഥയിൽ എത്തിച്ചേരണം. ആ സമചിത്ത അവസ്ഥയിലേക്ക് മനസ്സെത്തിച്ചേർന്നവർക്ക് മാത്രമേ എന്നെ ഇങ്ങനെ അനുഭവിക്കാൻ കിട്ടുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇനി ശ്ലോകം 17, മൈത്രേയ ഉവാച. അപ്പം മൈത്രേയ മഹർഷി എന്നിട്ട് വിതുരരോട് പറയാണ്, സാ ഇത്തം ലോക ഗുരുണ വിശ്വക്സേനേന വിശ്വജിത്ത് അനുശാസിത ആദേശം ശിരസാ ജഗൃഹേ ഹരേഹേ. സാ ആ പൃഥു മഹാരാജാവ് ഇത്തം ഇപ്രകാരം ലോകഗുരുണ ലോകത്തിൻ്റെ ഗുരുവായ വിശ്വക്സേനേന ആ ഭഗവാനാൽ വിശ്വജിത്ത് അതായത് വിശ്വത്തെ കീഴടക്കിയ ആ പൃഥു മഹാരാജാവ് ലോകഗുരുവായ മഹാവിഷ്ണുവിൻ്റെ അനുശാസിത ആ ഉപദേശങ്ങളെ, ആദേശം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെയും ശിരസാ ജഗൃഹേ ശിരസ്സുകൊണ്ട് സ്വീകരിച്ചു എന്ന് വെച്ചാൽ ആ ബുദ്ധിയിലേക്ക് ശരിക്കും അങ്ങോട്ട് എടുത്തു എന്ന്. ഹരേഹേ ഭഗവാൻ ശ്രീഹരി, ലോകഗുരുവായ ഭഗവാൻ ശ്രീഹരിയുടെ ഇപ്രകാരമുള്ള നിർദ്ദേശങ്ങളെയും ഉപദേശത്തെയും പൃഥു മഹാരാജാവ് ശിരസ്സുകൊണ്ടാണ് സ്വീകരിച്ചത്. അത്രയും അദ്ദേഹം അതിനെ ഉൾക്കൊണ്ടു. ശ്ലോകം 18, സ്പൃശന്തം പാദയോഹോ പ്രേംണാ വ്രീഡിതം സ്വേന കർമ്മണ ശതക്രതും
പരിഷ്വജ്യ വിദ്വേഷം വിസസർജഃ. ഇവിടെ മഹാവിഷ്ണു മാത്രമല്ല വന്നത്, ഭഗവാന്റെ കൂടെ ഇന്ദ്രനും ഉണ്ടായിരുന്നു. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. സ്പൃശന്തം പാദയോഹോ, പാദങ്ങളിൽ സ്പർശിച്ചിട്ട് വ്രീഡിത സ്വേന കർമ്മണ, തൻ്റെ സ്വന്തം കർമ്മങ്ങളിൽ ലജ്ജ തോന്നിയ ശതക്രതും. അപ്പോൾ ശതക്രതു ഇന്ദ്രൻ, അപ്പോൾ ഭഗവാന്റെ കൂടെ ദേവേന്ദ്രൻ വന്നല്ലോ. അപ്പോൾ ആ ദേവേന്ദ്രൻ തൻ്റെ സ്വന്തം കർമ്മങ്ങളിൽ, അതായത് പൃഥുവിൻ്റെ അശ്വത്തെ കവർന്നെടുത്ത് യാഗം മുടക്കാൻ നോക്കിയ ആ കർമ്മത്തിൽ സ്വയം ലജ്ജ തോന്നിയിട്ട് ആ പൃഥു മഹാരാജാവിൻ്റെ പാദങ്ങളിൽ സ്പർശിച്ച് നമസ്കരിച്ച് മാപ്പ് ചോദിച്ചു. അപ്പോൾ പ്രേംണ എന്ന് വെച്ചാൽ വളരെയധികം സ്നേഹത്തോടെ പരിഷ്വജ്യ വിദ്വേഷം, മനസ്സിലെ എല്ലാ വിദ്വേഷങ്ങളും കളഞ്ഞിട്ട്, വിസസർജഹ എന്ന് വെച്ചാൽ കളഞ്ഞിട്ട്, എല്ലാ വിദ്വേഷത്തെയും കളഞ്ഞിട്ട്, പരിഷ്വജ്യ എന്ന് വെച്ചാൽ ആലിംഗനം ചെയ്തു എന്ന്. പൃഥു മഹാരാജാവ് തൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു മാപ്പ് ചോദിക്കുന്ന ദേവേന്ദ്രനെ ഉയർത്തിയിട്ട് സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്തു. അപ്പോൾ ദേവേന്ദ്രനോടും ഇന്ദ്രനോട് മഹാരാജാവ് ക്ഷമിച്ചു എന്നർത്ഥം. ഭഗവാന്റെ നിർദ്ദുപദേശവും അതോടൊപ്പം ദേവേന്ദ്രൻ്റെ ഈ ഒരു മാപ്പ് ചോദിക്കലും കൂടി ആയപ്പോൾ പൃഥുവിൻ്റെ എല്ലാ ദേഷ്യവും പോയിട്ട് ദേവേന്ദ്രനെ ആലിംഗനം ചെയ്തു. ശ്ലോകം 19. ഭഗവാൻ അത വിശ്വാത്മാ പൃഥുന ഉപഹൃത അർഹണഃ സമുജ്ജിഹാനയ ഭക്ത്യാ ഗൃഹീത ചരണാംബുജഃ. അതിനുശേഷം ദേവേന്ദ്രനുമായിട്ട് സന്തോഷത്തെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തതിന് ശേഷം പൃഥുന ഉപഹൃത അർഹണ, പൃഥു മഹാരാജാവിനാൽ എല്ലാവിധ ഉപചാരങ്ങളോടും കൂടി ആരാധിക്കപ്പെട്ട് സമുജിഹാനയ ഭക്ത്യ, വർദ്ധിച്ചു വരുന്ന ഭക്തിയോടെ പൃഥു മഹാരാജാവ് എല്ലാ ഉപചാരങ്ങളോടും കൂടി ഭഗവാനെ പൂജിച്ചു. അതെല്ലാം സ്വീകരിച്ച് ഗൃഹീത ചരണാംബുജം, അതിനുശേഷം പൃഥു മഹാരാജാവ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു. ഇങ്ങനെ രാജാവിനാൽ പൂജിക്കപ്പെട്ട ഭഗവാൻ, ആ ഭഗവാൻ മഹാവിഷ്ണു പൂജിക്കപ്പെട്ടു എന്ന്. അപ്പം ദേവേന്ദ്രനോട് ആലിംഗനം ചെയ്തതിന് ശേഷം പൃഥു മഹാരാജാവ് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് ഉപചാരപൂർവം ഭഗവാനെ പൂജിച്ചു എന്നാണ്. ആ പൂജകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഭക്തിയോടെ ഭഗവാനെ പൂജിച്ചു. അതിനെയൊക്കെ സ്വീകരിച്ചിട്ട് ശ്ലോകം 20. പ്രസ്ഥാന അഭിമുഖഃ അഭി ഏനം അനുഗ്രഹ വിളംബിതഃ. പ്രസ്ഥാന അഭിമുഖഃ അഭി ഏനം അനുഗ്രഹ വിളംബിതഃ പശ്യൻ പത്മപലാശാക്ഷോ ന പ്രദസ്തേ സുഹൃത് സദാം. പ്രസ്ഥാന അഭിമുഖഃ. അപ്പം പൃഥു മഹാരാജാവ് ഭഗവാനെ പൂജിച്ചു. ആ പൂജകളൊക്കെ ഏറ്റുവാങ്ങി കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പൃഥുവിന് ഉപദേശം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ ഇനി തിരിച്ചു പോകേണ്ടതാണ്. അതാണ് പ്രസ്ഥാന അഭിമുഖഃ. തിരിച്ചു പോവാനായിട്ട് ഒരുങ്ങവേ, പിന്നീട് അവിടെ നിന്നും തിരിച്ചു പോവാനായിട്ട് തയ്യാറായി. അഭി എന്ന് വെച്ചാൽ എങ്കിലും, ആ ഭഗവാൻ അവിടെ നിന്ന് തിരിച്ചു പോകാൻ ഇങ്ങനെ തയ്യാറായി എങ്കിലും ഏനം, ആ പൃഥുവിനെ അനുഗ്രഹ വിളംബിതഃ, അനുഗ്രഹിച്ചിട്ട് അങ്ങോട്ട് മതിയായില്ല എന്നതുപോലെ ഭഗവാനെ അവിടെ ആരോ പിടിച്ചു നിർത്തണ പോലെ എന്നു. പശ്യൻ, നോക്കി നിന്നു എന്ന്. പത്മപലാശാക്ഷോ എന്ന് വെച്ചാൽ താമരപ്പൂ പോലെയുള്ള തൻ്റെ കണ്ണുകൾ കൊണ്ട് ഭഗവാൻ ആ പൃഥു മഹാരാജാവിനെ സുഹൃത് സദാം, സജ്ജനങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഭഗവാൻ ന പ്രദസ്തേ, അവിടെ നിന്ന് പോവാതെ പൃഥുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയെന്ന്. ഇത് പറയുമ്പോഴല്ലേ പറയാ ഭഗവാൻ ഭക്തൻ്റെ ദാസനാണെന്ന് പറയുന്നതിന് ഉദാഹരണമാണിത്. അതായത് ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ തോന്നണില്ല പൃഥുവിൻ്റെ മുന്നിൽ നിന്ന്. അനുഗ്രഹമൊക്കെ കൊടുത്തു, പൃഥുവിൻ്റെ പൂജകളും ഒക്കെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതാണ്. അപ്പം തിരിച്ചു പോകാൻ ഇങ്ങനെ ഒരുങ്ങിയെങ്കിൽ പോലും പൃഥുവിനെ അനുഗ്രഹിച്ചിട്ട് മതിയാവത്ത പോലെ, ആരോ തടഞ്ഞു വെക്കുന്നത് പോലെയൊക്കെ ഭഗവാൻ അങ്ങോട്ട് പോവാൻ തോന്നാത്തതുപോലെ അവിടെ തന്നെ നിന്നിട്ട് തിരിച്ചു പോകാതെ ഭക്തന്മാരുടെ ദാസനായിട്ടുള്ള അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ആ ഭഗവാൻ ആ സ്നേഹത്തോടു കൂടി പൃഥുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഭഗവാന് തിരിച്ചു പോവാൻ തോന്നുന്നില്ല എന്നു, പൃഥുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അതാണ് ഭഗവാന്റെ അവസ്ഥ. പൃഥുവിൻ്റെ അവസ്ഥ എന്താണെന്നാണ് 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. രണ്ടും ഒരേ അംശം തന്നെയല്ലേ. അപ്പോൾ ഭഗവാന് പൃഥുവിനെ വിട്ടിട്ട് അങ്ങോട്ട് പോവാൻ, ആ കണ്ണെടുത്ത് പോവാൻ തോന്നുന്നില്ലാത്തൊരവസ്ഥ ഭഗവാനും അനുഭവിച്ചു. ഇനി പൃഥു മഹാരാജാവിൻ്റെ അവസ്ഥ എന്താണ്? ശ്ലോകം 21. സ ആദിരാജഃ രചിത അഞ്ജലിം ഹരി വിലോകിതും ന അശകത്.
അശ്രുലോചനഃ ന കിഞ്ചന ഉവാച സ ബാഷ്പവിക്ലവഃ ഹൃദാ ഉപഗൃഹ്യ അമും അദാത് അവസ്ഥിതഃ. പൃഥുവിൻ്റെ അവസ്ഥയെ പറയുന്നത് കേട്ടോ. ആദ്യത്തെ രാജാവും രജിത അഞ്ജലി, കൈകൾ കൂപ്പി, തൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുകയും ചെയ്യുന്ന ആ പൃഥു മഹാരാജാവിന് ഹരിം ഭഗവാനെ വിലോകിതും ഇങ്ങനെ നോക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അശക്തനാണ് എന്ന് നോക്കാൻ പറ്റണില്ല. കാരണം അശ്രുലോചന, സന്തോഷത്തിൻ്റെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് കണ്ണ് നിറഞ്ഞിട്ട്. അപ്പോൾ തൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വന്ന് നിൽക്കുന്ന ഭഗവാനെ കണ്ണ് നിറയെ ഭഗവാൻ പൃഥുവിനെ നോക്കി നിൽക്കുന്നത് പോലെ പൃഥു മഹാരാജാവിന് ഭഗവാനെ നോക്കണം എന്നുണ്ട്. പക്ഷെ അശക്തനാണ്. കാരണം കാണാൻ പറ്റണില്ല. കണ്ണുനീരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ കിഞ്ചന ഉവാച, ഒന്നും പറയാൻ പറ്റണില്ല എന്ന് പൃഥുവിന് ഭഗവാനോട്. കാരണം സഹബാഷ്പ വിക്ലവഹ, ആ പൃഥുവിൻ്റെ തൊണ്ട ഇടറി. നമുക്കിങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഒന്നും പറയാൻ പറ്റാണ്ട് തൊണ്ടയിൽ ആരോ പിടിച്ചതുപോലത്തെ ഒരു അവസ്ഥ വരില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥ പൃഥുവിന് വന്നു. സന്തോഷവും സങ്കടവും ഒക്കെ കൂടി തൊണ്ടയിൽ ഇങ്ങനെ ആരോ പിടിച്ചതുപോലെ ഒന്നും പറയാനും പറ്റണില്ല. ഭഗവാനെ കുറേ നേരം നോക്കി നിൽക്കണം എന്നുണ്ട്. കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട് കാതും പറ്റണില്ല. അതിലും അശക്തനാകുന്ന ഒരവസ്ഥയായിരുന്നു പൃഥു അനുഭവിച്ചത്. അങ്ങനെ ഹൃദ ഉപഗുഹ്യ, തൻ്റെ ഹൃദയത്മാകുന്ന ഗുഹയിലേക്ക് ഭഗവാനെ ആ ഉള്ളിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ, കാരണം കണ്ണ് തുറന്ന് നോക്കാൻ പറ്റില്ലല്ലോ കണ്ണുനീരൊഴുകിയിട്ട്, അപ്പം ഹൃദയ ഗുഹയിലേക്ക് നോക്കിയിട്ട് ഉള്ളിൽ ഭഗവാനെ ഇങ്ങനെ നല്ലോണം കണ്ടു എന്നിട്ട് അമും ആ ഭഗവാനെ അങ്ങനെ കണ്ടിട്ട് ഉപഗുഹ്യ എന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആശ്ലേഷിച്ചിട്ട് അതാത് അവസ്ഥിത, ആ അവസ്ഥയിൽ കുറേ നേരം പൃഥു അവിടെ നിന്നോന്ന്. കണ്ണ് തുറന്നു നോക്കാൻ പറ്റണില്ല, ഒന്നും സംസാരിക്കാനും പറ്റണില്ല. അപ്പോൾ തൻ്റെ ഹൃദയ ഗുഹയിലേക്ക് നോക്കിയിട്ട് ഭഗവാനെ അവിടെ കണ്ട് ആ രൂപത്തിൽ ഭഗവാനെ ആശ്ലേഷിച്ച് ആ ഉള്ളിൽ കണ്ടുകൊണ്ട്, പുറമേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്തതൊക്കെ ഉള്ളിലുള്ള ഭഗവാന്റെ രൂപത്തിൽ കണ്ടുകൊണ്ട് മനസ്സുകൊണ്ട് ചെയ്തിട്ട് പൃഥു മഹാരാജാവ് അങ്ങനെ തന്നെ അവിടെ നിന്നു എന്ന്. അപ്പം ഭഗവാനാണെങ്കിൽ ആ വികാര തീവ്രത മനസ്സിലാക്കിയിട്ട് പൃഥുവിനെ പിരിഞ്ഞു പോകാൻ പറ്റാതെ പൃഥുവിനെ തന്നെയും നോക്കി നിന്നു എന്നാണ് പറയുന്നത്. ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ കാഠിന്യമാണ് അവിടെ കാണിക്കുന്നത്. ഇനി ശ്ലോകം 2. അത അവമൃജ്യ അശ്രുകലാവിലോകയാൻ അതൃപ്ത ദൃഗോചരം ആഹ പൂരുഷം പദാ സ്പൃശന്തം ക്ഷിതിം അംസ ഉന്നതേ വിന്യസ്ത ഹസ്താഗ്രം ഉരഗ വിദ്വിഷഃ. അതാ അതിനുശേഷം അവമൃജ്യ തുടച്ച്, അശ്രുകല തൻ്റെ കണ്ണുനീര് തുടച്ച്, വിലോകയാൻ ഭഗവാനെ ഒന്ന് നോക്കിയിട്ട്, അതൃപ്ത നോക്കിയിട്ടും തൃപ്തി വരാത്ത ആ പൃഥു മഹാരാജാവ് ദൃഗോചരം, അതായത് തൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ കാഴ്ച കണ്ടിട്ടും മതി വരാതെ ആ പൃഥു മഹാരാജാവ് കണ്ണുനീരൊക്കെ തുടച്ച് ഭഗവാനോട് പൂരുഷം എന്ന് വെച്ചാൽ ആ ഭഗവാനോട് എന്നാൽ ഇപ്രകാരം പറഞ്ഞു. അപ്പം എങ്ങനെ നിൽക്കുന്ന, എന്നിട്ട് ഇനി അടുത്ത വരിയിൽ പറയുന്നത് എങ്ങനെ നിൽക്കുന്ന ഭഗവാനോട്, പദാ സ്പൃശന്തം ക്ഷിതി, ഭൂമിയിൽ കാൽ സ്പർശിച്ചുകൊണ്ട് നിൽക്കുന്ന, അതുപോലെ അംസ ഉന്നതേ, ഉന്നതേന്ന് വെച്ചാൽ ഉയർന്ന അംസ, തോളിൽ, വ്യന്യസ്ത ഹസ്താഗ്രം, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട്, ഉയർന്ന തോളിൽ കൈ വെച്ചിട്ടെന്ന്. ആരുടെ? ഉരഗ വിദ്യുഷേ, സർപ്പത്തിൻ്റെ ശത്രു, അതായത് ഗരുഡൻ്റെ ഉന്നതമായ തോളിൽ കൈവച്ച് ഭൂമിയിൽ ഇങ്ങനെ പാദം സ്പർശിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ കണ്ടിട്ട് മതി വരാതെ എങ്കിലും കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പൃഥു മഹാരാജാവ് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു എന്ന്. ആ പറഞ്ഞത് എന്താണെന്നാണ് ശ്ലോകം 23. പൃഥു ഉവാച വരാൻ വിഭോ ത്വദ് വരദേശ്വരാദ്ഭുതഃ കഥം വൃണീതേ ഗുണവിക്രിയാത്മനാം യേ നാരകാണാം അപി സന്തി ദേഹിനാം താൻ ഈശ കൈവല്യപദേ വൃണേന ച. അപ്പോൾ പറയാണ്, ഹേ വിഭോ, ഭഗവാനെ, അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നോട് ചോദിച്ചല്ലോ. എന്താ ചോദിച്ചത്? എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വരം ചോദിച്ചോളാം ഭഗവാൻ പറഞ്ഞല്ലോ. അതിനുള്ള മറുപടിയാണ് പൃഥു പറയുന്നത് കേട്ടോ. ത്വത്, അങ്ങയിൽ നിന്ന്, വരദേശ്വരാത്, വരം നൽകാൻ കഴിവുള്ള ദേവന്മാർ, ഗുരുക്കന്മാർ, ഇവർക്കൊക്കെ വരം കൊടുക്കാൻ കഴിയും അല്ലേ?
ദേവന്മാർക്ക് വരം കൊടുക്കാൻ കഴിയും, ഗുരുക്കന്മാർക്ക് വരം കൊടുക്കാൻ കഴിയും. വരം കൊടുക്കാൻ കഴിവുള്ള ദേവന്മാർ, ഗുരുക്കന്മാർ അതായത് അവർക്ക് ആ കഴിവുണ്ടാക്കി കൊടുത്ത അവരുടെയും ഈശ്വരനായിട്ടുള്ള, അതാണ് വരദേശ്വരാത്, വരം നൽകാൻ കഴിവുള്ള ദേവന്മാരുടെയും ഈശ്വരനായ ത്വത്, അങ്ങയിൽ നിന്ന് വരാന്ന് വെച്ചാൽ വരങ്ങളെ ഗുണവിക്രിയാത്മാനാം, അതായത് ത്രിഗുണങ്ങളുടെ വിക്രിയ എന്ന് വെച്ചാൽ ആ ചലനത്തിനനുസരിച്ച് എന്താ പറയുക, മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക്, അതായത് സാധാരണ ഞാൻ എന്ന അഹങ്കാരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് വരങ്ങളെ ചോദിക്കണം എന്നുണ്ടാവും. പക്ഷേ ബുധഹ, പണ്ഡിതരായിട്ടുള്ള വിവേകികളായവർ കഥം വൃണീതേ, എങ്ങനെ അത് ചോദിക്കും? ഈ വരം കൊടുക്കാൻ കഴിവുള്ള ദേവന്മാർക്കും ഗുരുക്കന്മാർക്കും ഒക്കെ ഈശ്വരനായിരിക്കുന്ന അങ്ങയെപ്പോലെ ഒരു ഭഗവാനോട് സാധാരണ ഈ ത്രിഗുണങ്ങൾക്ക് വ്യതിചലനം ഉണ്ടാകുന്നതിനനുസരിച്ച് മനസ്സിലെ ചിന്തകൾ മാറി മറിഞ്ഞ് മനസ്സ് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ നിരവധി വരങ്ങൾ ദേവന്മാരോട് ചോദിക്കാം. പക്ഷേ അങ്ങ് വരം വേണോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കാം, എനിക്ക് ഭൂമിയിൽ ആ സുഖമായി ജീവിക്കാൻ വേണം, മക്കളെ വേണം, അത് വേണം, ഇത് വേണം, സ്വത്ത് വേണം, പല വരങ്ങളും ചോദിക്കാം. പക്ഷേ വിവേകിയായ ഒരു മനുഷ്യൻ എന്തു വരം ചോദിക്കാനാണ്? കാരണം ഇത്തരം വരങ്ങൾ നരകാണാം അഭിസന്ധി ദേഹിനാം, നരകത്തിൽ ജീവിക്കുന്ന ദേഹികൾക്ക് പോലും എപ്പോഴും കിട്ടുന്നതാണ് ഇത്തരം വരങ്ങൾ. അത് നരകത്തിൽ ജീവിക്കുന്നവർക്ക് വരെ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഇത്തരം വരങ്ങൾ കിട്ടും. പക്ഷേ എന്നാൽ ഇത്തരം വരങ്ങളെ ഒന്നും അല്ലയോ ഭഗവാനെ, കൈവല്യത്തെ വരെ, അതായത് മോക്ഷത്തെ വരെ നൽകാൻ കഴിവുള്ള ഭഗവാനെ, വൃണേ നജ, എനിക്കിത്തരം വരങ്ങളൊന്നും വേണ്ട ഭഗവാനെ. അതാണ് പറയുന്നത്. പൃഥു പറയുന്നത്, അങ്ങ് വരം നൽകാൻ കഴിവുള്ള ദേവന്മാർക്കും ദേവനാണ്, മോക്ഷത്തെ വരമായി നൽകാൻ കഴിവുള്ള ദേവനാണ്. അങ്ങയോട് വരം ചോദിക്കാൻ ഒരു സാധാരണ ഈ ത്രിഗുണങ്ങളുടെ വ്യതിയാനത്തിനനുസരിച്ച് മനസ്സിൽ വ്യതിയാനം വരുന്ന, അതിൻ്റെ പിന്നാലെ പായുന്ന മായയിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യർ പല വരങ്ങളും ചോദിക്കും. പക്ഷേ ബുദ്ധിയുള്ള വിവേകമുള്ളവർക്ക് എന്ത് വരം ചോദിക്കാനാ? കാരണം അങ്ങ് ഈ പറയുന്ന വരങ്ങളൊക്കെ നരകത്തിൽ ജീവിക്കുന്ന ദേഹികൾക്ക് പോലും വേണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഈ വരങ്ങൾ കിട്ടും. പക്ഷേ എനിക്ക് ഈ വരങ്ങളൊന്നും വേണ്ട, മുക്തിയെ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അതാണ് ആ മുക്തിയെ വരെ വരമായി നൽകാൻ കഴിവുള്ള ഭഗവാനെ എന്ന് സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം, എനിക്ക് മുക്തി പോലും വേണ്ട എന്നും. പിന്നെ പൃഥുവിന് എന്താ വേണ്ടത്? അതാണ് ശ്ലോകം 24 പറയുന്നത്. ന കാമയേ നാദ തത് അഭി അഹം ക്വചിത് ന യത്ര യുഷ്മത് ചരണാംബുജ ആസവഃ മഹത്തമാ അന്തർഹൃദയാത് മുഖച്യുതഃ വിദത്സ്വ കർണ അയുധം ഏഷമേ വരഹ. ന കാമയേ എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നില്ല, നാദ അല്ലയോ ഭഗവാനെ, തത് അഭി അഹം ക്വചിത്ത്, അല്ലെങ്കിൽ തത് അഭി അഹം, ഞാൻ അതൊന്നും ഒരിക്കൽ പോലും, ക്വചിത്ത് എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല, ഒരു മോഹങ്ങളും. നാ യത്ര എന്ന് വെച്ചാൽ എവിടെ ഇല്ലയോ, നാ യത്ര എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെ ഇല്ലയോ എന്ന്. എന്ത്? യുഷ്മത് ചരണാംബുജ ആസവം, അങ്ങയുടെ പാതാരവിന്ദങ്ങളാകുന്ന ആ പാതാരവിന്ദങ്ങളിൽ നിന്നും ഒഴുകുന്ന ആസവം എന്ന് വെച്ചാൽ ആ ഒരു അമൃതുണ്ടല്ലോ, ആ അമൃതിന് തുല്യമായ മഹത്തമ അന്തർഹൃദയ, മഹത്തായ ഭക്തന്മാർ, മഹാത്മാക്കളായ ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന മുഖച്യുത, ഒഴുകിയിട്ട് മുഖത്തു നിന്നും പുറത്തു വരുന്ന എന്ന് വെച്ചാൽ വായിൽ നിന്നും പുറത്തു വരുന്ന ആ ഭഗവത് കഥാമൃതമാകുന്ന ആസവം, അമൃത് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നും ഒഴുകി ഒരു വലിയ മഹാഭക്തൻ്റെ ഹൃദയാന്തർഭാഗത്ത് വന്ന് അതിൽ നിന്ന് അവരുടെ വായിലൂടെ ഒഴുകുന്ന ഭഗവത് കഥാമൃതം, ഭഗവാന്റെ ചരിതം, ഭഗവാന്റെ ലീലകൾ, ഭഗവത് കഥാമൃതമാകുന്ന ആ അമൃതത്തെ, ആ അമൃത് ഞാൻ എവിടെയില്ലയോ, അതില്ലാത്തതൊന്നും എനിക്ക് വേണ്ടാന്ന്. മോക്ഷം സംഭവിച്ചാൽ പോലും അത് അനുഭവിക്കാൻ പറ്റില്ല. മുക്തി എന്ന അവസ്ഥയിൽ ഇത് കിട്ടില്ല എന്ന്. ഈ ഭഗവത് കഥാമൃതം കേട്ടിങ്ങനെ രസിച്ച് ആനന്ദത്തിൽ ലയിക്കാൻ പറ്റുന്നൊരവസ്ഥ മുക്തിയിൽ പോലും ഇല്ല. മുക്തിയിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. അതുകൊണ്ട് എനിക്ക് അതുപോലും വേണ്ട എന്ന് പൃഥു പറയുന്നത്. എനിക്ക് ആ മുക്തി പോലും വേണ്ട. ഭഗവാന്റെ കഥകളാകുന്ന
ആ ഒരു അമൃത് മഹാഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകി അവരുടെ വായിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന ഭാഗവത ചരിതം, ഭഗവത് കഥകളാകുന്ന ആ അമൃത് എവിടെയില്ലയോ അതില്ലാത്ത ഒരിടവും എനിക്ക് വേണ്ട. അതാണ് ആ പറഞ്ഞത്. ഒരു മിനിറ്റ് അമ്മായി, ഞാൻ അങ്ങോട്ട് വിളിക്കേ ഇപ്പോൾ വിളിക്കട്ടെ. അങ്ങനെ അതല്ലാത്ത ഒരിടവും എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണ്ട. എന്നിട്ട് പറയാണ് എന്താണ് വേണ്ടതെന്ന്. വിദത്സ്വ എന്ന് വെച്ചാൽ നൽകിയാലും, കർണ ആയുധം 10,000 ചെവികൾന്ന്, ഏഷാ മേ വരഹ അതാണ് ഞാൻ വരമായി ചോദിക്കുന്നത്. എന്തിനാന്നാ ഈ 10,000 ചെവികൾ? ഭഗവത് കഥകളെ ഇങ്ങനെ കേട്ട് കേട്ട് രസിച്ചുകൊണ്ടിരിക്കാൻ. അത് ഈ 2 ചെവിക്കോടെയല്ല, കുറേ ചെവികൾ ഇതായോ. എന്നിട്ട് ഭഗവത് കഥകളാകുന്ന അമൃതത്തെ കേട്ട് രസിച്ച് പാനം ചെയ്ത് ആ ആനന്ദത്തിൽ മുഴുകിക്കഴിയാം. അത് മാത്രമേ ഈ പൃഥുവിന് വേണ്ടൂ. മുക്തി പോലും എനിക്ക് വേണ്ട. കാരണം മുക്തിയിൽ പോലും ഈ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ആനന്ദമില്ലാത്ത ഒന്നും തന്നെ, ഭക്തിയുടെ ആനന്ദം, ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭക്തിയെ കാണിക്കുന്നതാണ്. ഭാഗവതം ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഭക്തിയിൽ നിന്നും കിട്ടുന്ന ആനന്ദം ഉണ്ടല്ലോ, ഭഗവത് കഥകൾ കേട്ട് രസിച്ച് അനുഭവിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് അനുഭവിക്കുന്ന ആ ആനന്ദം മുക്തിയിൽ പോലും ഇല്ല. അതുകൊണ്ട് അതില്ലാത്ത മുക്തി പോലും എനിക്ക് വേണ്ട. എനിക്ക് 1000 ചെവികൾ തരിക, അതിലൂടെയൊക്കെ ഭഗവാന്റെ ചരിതങ്ങൾ ഇങ്ങനെ കേട്ട് ആ ആനന്ദത്തെ അനുഭവിച്ച് ജീവിക്കാനുള്ള വരം മാത്രം എനിക്ക് നൽകിയാൽ മതി എന്നാണ് പൃഥു പറഞ്ഞത്. ശ്ലോകം 25. സാ ഉത്തമ ശ്ലോക മഹത് മുഖച്യുതഃ ഭഗവത് പദാംബോജ സുധാകണ അനിലഃ സ്മൃതിം പുനഃ വിസ്മൃത തത്വവത്മനാം കുയോഗിനാം നഹ വിതരതി അലംബരൈഹി. ഇനി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണേന്ന് പൃഥു പറയാണ് കേട്ടോ. സഹ ആ ഉത്തമ ശ്ലോക, ഉത്തമമായ ശ്ലോകങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവാനെ, മഹത് മുഖച്യുതഃ മഹത്തായ ഭക്തന്മാരുടെ വായിൽ നിന്നും ഒഴുകുന്ന ആ ഭഗവത് പദാംബോജ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നും വരുന്ന അമൃത തുല്യമായ കണങ്ങളിൽ തൊട്ട് അനിലഹ അതിൽ തൊട്ട് തലോടി വരുന്ന ഇളം തെന്നൽ പോലെ എന്ന് വെച്ചാൽ അതൊരു കാവ്യഭാവനയാണ്. അതായത് ഭഗവാന്റെ കഥകളെയാണ് ആ പറയുന്നത്. ഭഗവത് പാതാരവിന്ദങ്ങളാകുന്ന താമരപ്പൂവിൽ നിന്നും ഒഴുകുന്ന അമൃതിനെ തൊട്ട് തലോടി വരുന്ന അനിലഹ ഇളം തെന്നൽ പോലെയുള്ള ഈ ഭഗവത് കഥകൾ, ഭാഗവത കഥാമൃതമാകുന്ന ഈ രസം, ഇത് വിസ്മൃത തത്വവർത്തമനാം കുയോഗിന, വിസ്മൃതം മറന്നു പോവുക, ഭഗവത് തത്വത്തെ മറന്നുപോയ ഭക്തിരസത്തെ അനുഭവിച്ചറിയാതെ അത് ഭക്തിയെക്കുറിച്ച് കേട്ടു, ഭക്തിയിലൂടെ വന്നു, പിന്നെ അതിൽ നിന്നൊക്കെ വിട്ടുപോയവർ, അതാണ് കുയോഗിന. പിന്നെ അതിൽ നിന്നൊക്കെ പ്രാരാബ്ദങ്ങളിലേക്ക് പോയവർ പോലും പുനഃസ്മൃതി, ഈ ഭാഗവത കഥാമൃതം കേട്ടാൽ വീണ്ടും അവരുടെ ഉള്ളിൽ ഭഗവത് സ്മരണ ഉണ്ടാകുന്നു. അതുകൊണ്ട് നഹ എന്നുവെച്ചാൽ വേണ്ട, വിതരതി അലം വരേഹി ഇതല്ലാതെ മറ്റൊരു വരവും എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള കാരണം അതാണ്. മഹാത്മാക്കളായ ഭക്തന്മാരുടെ വായിൽ നിന്നും ഒഴുകുന്ന ഭാഗവത കഥാമൃതമാകുന്ന ആ അമൃതം മാത്രം മതി എനിക്ക്. കാരണം ഭഗവാനെ കേട്ടു, പിന്നെ പ്രാരാബ്ദങ്ങളുമായി പോയി ഭഗവത് തത്വത്തെ മനസ്സിലാക്കാതെ അതിൽ നിന്നൊക്കെ മറന്നുപോയി പ്രാരാബ്ദങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യനെ വീണ്ടും അവൻ ആ ഭഗവത് സ്മരണയുണ്ടാക്കാൻ ഭാഗവത കഥാമൃതമാകുന്ന രസത്തെ ഒന്ന് അനുഭവിച്ചാൽ മതി. അവൻ്റെ ഉള്ളിൽ ആ ഭഗവത് സ്മരണ വീണ്ടും തെളിഞ്ഞു വരും. അങ്ങനെയുള്ള ഈ കഥാമൃതത്തെ പാനം ചെയ്യാൻ അനുഭവമുള്ള ഒരു ഭാഗ്യം അതുമാത്രം ഈ ഉള്ളവന് വരമായി തന്നാൽ മതി എന്നാണ് പൃഥു മഹാരാജാവ് ഭഗവാനോട് ആവശ്യപ്പെട്ടത്. ശ്ലോകം 26. യശഃ ശിവം ശുശ്രവ ആര്യസംഗമേ യദൃശ്ചയാ ച ഉപശൃണോതി തേ സകൃത് കഥം ഗുണജ്ഞ വിരമേത് വിനാ പശും ശ്രീ യദ് പ്രവവ്രേ ഗുണസംഗ്രഹേച്ഛയാ ഗുണസംഗ്രഹ ഇച്ഛയാ. യശഃ കീർത്തി, ശിവം എന്നുവെച്ചാൽ പരിശുദ്ധമായ, സുശ്രവ ഉയർന്ന മഹാത്മ്യങ്ങളൊക്കെ ഉള്ള ഭഗവാന്റെ ഉയർന്ന ആ മഹാത്മ്യങ്ങളൊക്കെ എല്ലാം ആ പരിശുദ്ധമായ യശസ് എന്ന് വെച്ചാൽ ഭഗവാന്റെ കീർത്തിയെ ആര്യസംഗമേ, അതായത് ഭക്തന്മാരുടെ സത്സംഗം, അവരിങ്ങനെ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സത്സംഗത്തിൽ വെച്ച് യദൃശ്ചയ വളരെ യാദൃശികമായിട്ട് ഉപശൃണോതി എന്ന് വെച്ചാൽ കേൾക്കുക,
തേ എന്ന് വെച്ചാൽ അങ്ങയുടെ, സകൃത്ത് എന്ന് വെച്ചാൽ ഒരിക്കലെങ്കിലും. അപ്പോൾ ഭഗവാന്റെ ആ യശസ്, അതായത് ആ പരിശുദ്ധമായ യശസ്, ആ ഭഗവാന്റെ മഹാത്മ്യങ്ങളും ഇതൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരിക്കലെങ്കിലും ഒരു സത്സംഗവേദിയിൽ വെച്ച് ഒരിക്കലെങ്കിലും ഒരുവൻ കേൾക്കാനിടയായി കഴിഞ്ഞാൽ, യാദൃശികമായിട്ട് കേട്ടാൽ മതി. കഥം എങ്ങനെയാണ് പിന്നെ, ഗുണജ്ഞ സദ്ഗുണങ്ങളുള്ള ഒരുവനാണ് അവനെങ്കിൽ, അതുപോലെ വിനാ പശുവല്ല എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മൃഗമല്ല, ഒരു മൃഗത്തിന് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല, ഒരു മൃഗമല്ല, അതുപോലെ നല്ല സദ്ഗുണങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് അവനെങ്കിൽ പിന്നെ അവൻ കഥം വിരമേത്, അതിൽ നിന്ന് എങ്ങനെയാ വിരമിക്കുക? അത് മതി കേൾക്കണ്ട, അല്ലെങ്കിൽ അത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും അത് വേണ്ട എന്ന് തോന്നി പോരാൻ പറ്റില്ല. എന്നിട്ട് ഉദാഹരണം പറയാണ്, ശ്രീ ലക്ഷ്മി ഭഗവതി പോലും യത് പ്രഭവ്രേ, ആ ഭഗവാനെ സ്വീകരിച്ചില്ലേ, ഗുണസംഗ്രഹ ഇച്ഛയാ, ഭഗവാന്റെ ഗുണങ്ങളൊക്കെ എല്ലാത്തിനെയും തനിക്ക് അനുഭവിക്കണം എന്ന് വിചാരിച്ച് ഭഗവാനെ ഭർത്താവായി സ്വീകരിച്ചില്ലേ ലക്ഷ്മി ഭഗവതി. ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ ലക്ഷ്മി ദേവിക്ക് സാധിക്കുന്നില്ല. അതുപോലെ അത്രയും ഭഗവാന്റെ ആ മഹാത്മ്യങ്ങളും ആ യശസ്സും ഒരു ഭക്തന്റെ വായിൽ നിന്നും ഒഴുകുന്ന അതൊരു സത്സംഗവേദിയിൽ യാദൃശികമായിട്ട് അതിലൂടെ പോകുമ്പോൾ ഒന്ന് കേൾക്കാനിടയായ, ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാനിടയായ വ്യക്തി, അവൻ സദ്ഗുണങ്ങളുള്ളവനാണ്, അതൊരു മൃഗമല്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ തോന്നില്ല എന്നൊന്ന്. അത്രയും അവൻ്റെ മനസ്സ് അവിടെ തടഞ്ഞു നിൽക്കും. ആ ഭഗവത് സ്മരണ, ഭഗവാനോടൊരു സ്നേഹവും ഭക്തിയും അവൻ്റെ ഉള്ളിൽ നിന്നും തീർച്ചയായും വരും. ഭാഗവത കഥാമൃത രസം നുണഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് മുക്തിയും വേണ്ട, മോക്ഷവും വേണ്ട, ഒന്നും വേണ്ട. എത്രയോ ജന്മങ്ങൾ ഉണ്ടെങ്കിലും ഭഗവത് സ്മരണയോടുകൂടി ഭാഗവത കഥാമൃതത്തെ രസിച്ച് അനുഭവിച്ച് ആ ആനന്ദത്തിൽ ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മറന്ന് ഭഗവത് കഥാമൃതത്തെ രസിച്ചനുഭവിച്ച് ആ ആനന്ദത്തിൽ ജീവിക്കാൻ മാത്രം സാധിച്ചാൽ മതി. അത് മാത്രമേ ആ വരമായി വേണ്ടൂ എന്ന് പൃഥു ഭഗവാനോട് പറയുകയാണ് കേട്ടോ. മതി, ഇനി നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ പൃഥു മഹാരാജാവിനോട് ഭഗവാൻ വരം ചോദിക്കുകയാണ്.